നാം എല്ലാം വിവിധ തൊഴിൽ മേഖലകളിൽ വ്യാപൃതരായിരിക്കുകയും അല്ലെങ്കിൽ വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുകയും അതിൻ്റെ തിരക്കുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും എന്നാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിത സാഹചര്യത്തിന് പര്യാപ്തമായ സാമ്പത്തിക സ്രോതസ്സ് അല്ലാതാവുകയും നമ്മുടെ ജോലി അല്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത്തരത്തിലെ സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് നടത്താൻ കഴിയുന്ന ഒരു അധിക വരുമാന മാർഗമാണ്, കാർഷിക മേഖലയിലെ ഒരു അധിക വരുമാന മാർഗമാണ് മഷ്റൂം കൾട്ടിവേഷൻ അഥവാ കൂൺ കൃഷി. കൂൺ കൃഷി ഒരുപാട് പേര് ആരംഭിച്ചിട്ടുണ്ട്. ആരംഭിച്ചതിൽ 100 പേര് ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനകത്തിൽ 2 പേര് മാത്രമേ അതിൽ നിൽക്കാറുള്ളൂ. ബാക്കി 98 പേരും കൊഴിഞ്ഞു പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊഴിൽ മേഖലയിലുള്ള ആളുകൾക്ക് മാത്രമല്ല, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഈ ഒരു ജോലി ചെയ്യാവുന്നതാണ് മഷ്റൂം കൾട്ടിവേഷൻ. മറ്റ് വരുമാന സ്രോതസ്സുകൾ ആശ്രയിക്കാതെ അധിക വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വിദ്യാലയ കാലഘട്ടങ്ങളിലേക്ക് കുട്ടികളെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ഈ പറയപ്പെടുന്ന പോലെ അനാവശ്യമായ സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ കുറുക്ക് വഴിയിലൂടെ പണം കണ്ടെത്താൻ പറ്റുന്ന പല അസാന്മാർഗമായ മാർഗങ്ങളിലേക്ക് പോകാതെ ഇരിക്കാൻ സഹായിക്കും. കാരണം ഒരു വരുമാനം, പോക്കറ്റ് മണി എപ്പോഴും എല്ലാവർക്കും ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് ഉതകുന്ന ഒരു കൃഷി രീതിയാണ്, കാർഷിക മേഖലയിലെ ഒരു മികച്ചൊരു കൃഷി രീതിയാണ് മഷ്റൂം കൾട്ടിവേഷൻ അഥവാ കൂണിൻ്റെ കൃഷി എന്ന് പറയുന്നത്. ഇതിൽ പലരും തുടങ്ങിയതിന് ശേഷം പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ മുഖ്യ കാരണം പ്ലാനിംഗ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. കാർഷിക മേഖലയിൽ പൊതുവെ എല്ലാവരും പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാന കാരണമായ പ്ലാനിംഗ് ഇല്ലാഴിക എന്ന് പറയുന്ന ഒരു വസ്തുത ഇതിൽ വളരെ നേളിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിതിൽ നിന്ന് എല്ലാവരും പരാജയപ്പെട്ടു പോവുകയും 198 പേരും ഇത് ഉപേക്ഷിച്ച് പിന്നോട്ട് പോവുകയും ചെയ്യും. ഇതിന് വലിയ സാങ്കേതിക അറിവുകളുടെ കാര്യമൊന്നുമില്ല. നമുക്ക് വലിയ സയൻറ്റിഫിക്കായ അറിവുകളോ അല്ലെങ്കിൽ പരീക്ഷ പാസ്സാവുകയോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റുകയും ഒരു 1-2 തവണ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് അതിൽ എക്സ്പെർട്ട് ആകാൻ അല്ലെങ്കിൽ അതിൽ നല്ല പരിജ്ഞാനമുള്ള ഒരാൾ ആകാൻ കഴിയുന്നതുമായ ഒരു തൊഴിൽ മേഖലയാണ് മഷ്റൂം കൾട്ടിവേഷൻ അഥവാ കൂൺ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്ലാനിങ്ങിലെ പോരാളിക്കുക എന്ന് പറയുന്നത് നമ്മളിതിൽ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മാർക്കറ്റിംഗ് കണ്ടെത്തിയതിന് ശേഷം, മാർക്കറ്റിംഗ് ഭാഗം നമ്മുടെ സ്ട്രെങ്തൻ ചെയ്ത് അല്ലെങ്കിൽ ബലപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ മേഖലയിലേക്ക് മഷ്റൂം കൾട്ടിവേഷൻ അഥവാ കൂൺ കൃഷിയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഞാൻ എളുപ്പ വഴി പറയാം. നമ്മുടെ പരിചയത്തിലുള്ള കുറച്ച് ആളുകൾ, എല്ലാ ദിവസവും എല്ലാവരും മഷ്റൂം കൂൺ വാങ്ങിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പരിചയത്തിലുള്ള കുറച്ച് ആളുകളെ നമ്മൾ കണ്ടെത്തിയതിന് ശേഷം ഞാൻ ആദ്യം തന്നെ നമ്മൾ മഷ്റൂം കൾട്ടിവേഷൻ കൃഷി ആരംഭിക്കാൻ പോവുകയാണെന്നും ഇന്ന രീതികളിലൊക്കെയാണ് ഞാൻ കൃഷി ചെയ്യുന്നതെന്നും, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ ഞാൻ ഇത്രയ്ക്ക് ഉൽപ്പാദനം പ്രതീക്ഷിക്കുന്നുവെന്നും, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസത്തെങ്കിലും മെനുവിൽ ഇത് ഉൾപ്പെടുത്താൻ സാധിക്കണമെന്നും അവരെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ പറ്റണം. അവരെ ബോധ്യപ്പെടുത്താൻ പറ്റണം. ബോധ്യപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ആ മാർക്കറ്റ് ഉറപ്പാക്കാൻ പറ്റണം. നമുക്കിപ്പോൾ ഒരാഴ്ച നമുക്ക് 10 പേർക്ക്, ഒരു ദിവസം നമുക്ക് 10 പേർക്ക് കൂൺ കൊടുക്കാൻ പര്യാപ്തമായ നിലയിൽ മാത്രം നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ മതിയാകും. 10 പേർക്ക് നമ്മൾ കൊടുത്താൽ അങ്ങനെ 10 പേരടങ്ങുന്ന 7 ബാച്ച്, 70 പേരുടെ ഒരു ബാച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇത് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും. അപ്പോൾ അതിനാരും മുടക്ക് വിചാരിക്കത്തില്ല. കാരണം ആഴ്ചയിൽ ഒരു ദിവസം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ അല്ലാതെ ഇങ്ങനെ വാക്കിംഗ് കസ്റ്റമേഴ്സിനെ പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ പോയി കണ്ടെത്തി അവരുടെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ മഷ്റൂം ഉപയോഗിക്കാൻ തയ്യാറാകണമെന്ന് നമ്മൾ അവരെ ആദ്യം റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് എണ്ണം അറിയാവുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ ഉറപ്പാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ മേഖലയിലേക്ക് കടക്കാൻ. സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ എളുപ്പമാണ്. അവരുടെ അധ്യാപകരുടെ പരിചയത്തിലുള്ള ആളുകളെ ആണെങ്കിലും ഒക്കെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അവർക്കിത് എളുപ്പം പഠിച്ചെടുക്കുകയും ഇത് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെയുള്ള മാർക്കറ്റിംഗ് സംവിധാനം ശക്തമാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കൂൺ കൃഷിയിലേക്ക് ഇറങ്ങാവൂ. അപ്പോൾ ഈ ഒരു മാർഗം നിങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു വരുമാനം ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ എക്കണോമിക്സ് വർക്കൗട്ട് ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് 1000 രൂപ ഒരു ദിവസം അധികമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഒരു 2.5 കിലോ മഷ്റൂം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും 10 കസ്റ്റമർക്ക് ഒരു ദിവസം കൊടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ 250 ഗ്രാം വീതം ഒരു 10 കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് 2.5 കിലോയോളം ആവശ്യമായി വരും. ആ 2.5 കിലോ ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ കൊടുത്താൽ പോലും നിങ്ങൾക്ക് ഒരു ദിവസം 1000 രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ പ്രോഫിറ്റ് കണക്കാക്കിയാൽ ഏകദേശം 800 രൂപയോളം നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരിക്കും. 200 രൂപയോളം മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ചിലവ് വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇത്രയും പ്രോഫിറ്റ് കിട്ടുന്നത് ഒരു അധിക വരുമാനം ഉള്ള ഏറ്റവും എളുപ്പമാർഗ്ഗത്തിൽ അധിക വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കൃഷി മറ്റൊന്നില്ല. അപ്പോൾ ഇത് ജോലി ചെയ്യുന്നവർക്കും ചെയ്യാവുന്നതാണ്, വിദ്യാർത്ഥികൾക്കും ചെയ്യാവുന്നതാണ്. അവർക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഇത് ഏറ്റവും എളുപ്പമായ മാർഗ്ഗമാണ്. അപ്പോൾ അതുകൊണ്ട് മഷ്റൂം കൾട്ടിവേഷൻ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് ചിന്തിക്കാതെ ചെറിയ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മികച്ച ഒരു വരുമാനദായകമായ ഒരു
പ്രോജക്റ്റായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് തുടർന്ന് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ സാധ്യത എല്ലാവരും പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ മറ്റ് സംശയങ്ങളോ ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പുറകിൽ തരാം. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റ് ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഫോളോ അപ്പുകളും സഹായങ്ങളും ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാ വിധത്തിലുള്ള സാങ്കേതിക സഹായങ്ങൾ നമ്മൾ തരാം. നിങ്ങളാദ്യം നിങ്ങളുടെ സറൗണ്ടിങ്സിലെ ചുറ്റുപാടിലുള്ള കസ്റ്റമേഴ്സിനെ, സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക. അതിനുശേഷം ഇതിലേക്ക് ഇറങ്ങിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു അധിക വരുമാനം ഉറപ്പാക്കാൻ കഴിയുന്നതും സുരക്ഷിതമായ ഭക്ഷണ ഉൽപ്പാദനം സാധ്യമാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് മഷ്റൂം കൾട്ടിവേഷൻ അഥവാ കൂൺ കൃഷി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.